ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് ആദരവോടുകൂടി സ്നേഹവന്ദനം. ഇന്ന് ഡിസംബർ മാസം 15-ാം തീയതി 350-ാമത്തെ ദിനത്തിലെത്തി. ഈ വർഷം തീരാനായിട്ട് ഇനി വെറും 17 ദിവസങ്ങളേ ഉള്ളൂ കേട്ടോ. ദൈവം പോലും തൻ്റെ സ്നേഹത്തിന് ഒരു അടയാളം ഭൂമിക്ക് നൽകിയെന്നും അതാണ് ക്രിസ്തുമസ് എന്നും നമ്മൾ കഴിഞ്ഞ പുലരിയിൽ ഒന്ന് ഓർത്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരുടെയും ഭൂമിയിലെ സ്നേഹം കുറച്ചധികം അടയാളങ്ങളാൽ അലങ്കരിച്ചേ മതിയാവൂ, അടയാളങ്ങളാൽ വ്യക്തമാക്കിയേ മതിയാവൂ എന്നും നമ്മൾ കണ്ടു തുടങ്ങുകയാണ്. ഒരു ചെറുമഴയെപ്പോലും ചെറുക്കാനാകാത്ത വിധത്തില് പരസ്പരമുള്ള സ്നേഹം എത്ര വേഗമാണ് ദുർബലമാകുന്നത്, അതും പ്രിയപ്പെട്ട രണ്ടുപേർക്കിടയിൽ. സ്നേഹിക്കുന്നു തീവ്രമായി സ്നേഹിക്കുന്നു എന്നൊക്കെ നമ്മൾ ആഴമില്ലാതെ, ഒട്ടും ആത്മാർത്ഥതയില്ലാതെ പുറമെ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ട്. ശരിക്കും സ്നേഹിക്കുന്ന ഒരാള് അവരുടെ സ്നേഹിതരുടെ പാദങ്ങൾ വരെ താഴേണ്ടതുണ്ട്, അല്ലേ? മാത്രമല്ല, അങ്ങനെ സ്നേഹിക്കുന്നവരുടെ പാതകങ്ങളെ പൊറുക്കേണ്ട ബാധ്യതയുണ്ട്. വിലപ്പെട്ടതെന്ന് സ്വയം കരുതുന്ന പലതും ആ സ്നേഹിതർക്കു വേണ്ടിയും സ്നേഹത്തിനു വേണ്ടിയും വേണ്ടെന്ന് വെക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ടാവുന്നുണ്ട്. അങ്ങനെയാണ് സ്നേഹത്തെ കുറെ കൂടി ഉദാത്തമായ ഒരു തലത്തിലേക്ക് എത്തിക്കാനായിട്ട് പറ്റുക. നല്ലൊരു ക്രിസ്തുമസിൻ്റെ അനുഭവത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും അടുത്തെത്തുകയാണ്. എന്താണ് ക്രിസ്തുമസ് അല്ലെങ്കിൽ ക്രിസ്തുമസ് അനുഭവം എന്ന് പറയുന്നത്? സ്വർഗവും ഭൂമിയും തമ്മിലുള്ള അകലം തീർന്നതിൻ്റെ ഓർമ്മയാണ്. സ്വർഗവും ഭൂമിയും ആ ഭൂമിയിലെ മനുഷ്യരുടെ തന്നിഷ്ടം നിറഞ്ഞ ജീവിതത്താൽ എന്തുമാത്രം അകന്നുപോയിട്ടുണ്ട്. അങ്ങനെ സ്വർഗത്തിലെ ദൈവത്തിനും ഭൂമിയിലെ മനുഷ്യർക്കുമിടയിൽ ഉണ്ടായ ആ വിടവും അകലവും അനുദിനം മനുഷ്യരുടെ പ്രവൃത്തിയാൽ കൂടുകയാണ്, വർദ്ധിക്കുകയാണ് ചെയ്തത്. ആ പഴയ നിയമകാലത്തിലെ ഫറവോനെ കുറിച്ച് ഇപ്രകാരം പറയുന്നത് പോലെ അനുദിനം ഹൃദയം കഠിനമാക്കിക്കൊണ്ടിരുന്നു എന്നതുപോലെ ദൈവവുമായിട്ടുള്ള അകലവും ആ ദൂരവും അവനവന്റെ പ്രവൃത്തിയാൽ ഓരോ ദിനവും കൂടുകയായിരുന്നു. ഈ ഒരു വിടവും വ്യത്യാസവും ഇല്ലാതാക്കാനായിട്ട് ദൈവം തന്നെ കഠിനമായ വലിയൊരു ത്യാഗത്തിലൂടെ ഏർപ്പെട്ട ഒരു പരിശ്രമത്തിൻ്റെ പേരല്ലേ ശരിക്കും ക്രിസ്തുമസ്. അതിനെ നമ്മളിങ്ങനെ എല്ലാ അർത്ഥത്തിലും വർണ്ണങ്ങളാൽ, പ്രകാശത്താൽ, ആർഭാടത്താലും ആഹ്ലാദത്താലും കൊണ്ടാടുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ ആയിരിക്കുന്ന, എന്ന് വെച്ചാൽ ഒപ്പമായിരിക്കുന്ന പ്രിയപ്പെട്ട മനുഷ്യരെ ഒന്ന് ഓർത്തെടുക്കുവാനും അവരുമായി എന്തുമാത്രം അടുപ്പമുണ്ടെന്ന് ഒരു പുതിയ കാഴ്ചപ്പാടോടുകൂടി കണ്ടെത്താനുമായിട്ടൊരു ബാധ്യത ഉണ്ടാവണം നമുക്ക് ഓരോരുത്തർക്കും. കുറച്ചുകൂടി തെളിച്ചു പറഞ്ഞാൽ, പരസ്പരമുള്ള അകലങ്ങളെ അവസാനിപ്പിക്കാതെ നമ്മൾ നടത്തുന്ന ഈ ആഘോഷങ്ങളെ അതിനകത്ത് എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടോ? കുറച്ചുകൂടി ഹൃദ്യമായ വിധത്തിൽ സ്നേഹിച്ചു തുടങ്ങാനായിട്ട്, കുറെ കൂടി അർപ്പണ മനോഭാവത്തോടെ സ്നേഹത്തെ വിനിമയം ചെയ്യാനായിട്ട് നമുക്കിടയിലെ അകലമൊന്ന് അവസാനിപ്പിക്കേണ്ടത് അത്യാവശ്യമല്ലേ? കാരണം ദൈവം എന്നെ അന്വേഷിച്ച് ഭൂമിയിലേക്ക് വന്നതിൻ്റെ ഓർമ്മയാണ് ക്രിസ്തുമസ്.
അങ്ങനെയാവുമ്പോൾ നമുക്കിടയിൽ ഇനി പറയാൻ പാകത്തിന് അകലമൊന്നും ഉണ്ടാകരുത്. പ്രാർത്ഥനയോടുകൂടി ആമേൻ.